പട്ടുനൂൽപ്പുഴു. പോംപിക്സ് മോറി എന്ന ശലഭങ്ങളുടെ ജീവിതചക്രത്തിലെ പുഴുഘട്ടമാണ് പട്ടുനൂൽപ്പുഴു. പട്ടുനൂൽപ്പുഴുവിൻ്റെ കൊക്കോണിൽ നിന്നാണ് നൂലെടുക്കുന്നത്. വെൺമൾബറി ചെടിയുടെ ഇലയാണ് ഇവയുടെ ഇഷ്ടാഹാരം. മറ്റ് മൾബറി ചെടികളുടെ ഇലയും തിന്നും. 5000 വർഷം മുൻപ് ചൈനയിലാണ് പട്ടുണ്ടാക്കാനായി മനുഷ്യർ പുഴുക്കളെ വളർത്താൻ തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു. നാരുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടുനൂൽപ്പുഴുവിലൂടെയാണ് ഉദ്ഭവിക്കുന്നത് എന്ന് കണ്ടെത്തിയത് ആരായിരിക്കും? അങ്ങനെയാണെങ്കിൽ വസ്ത്രനിർമ്മാണ മേഖലയിലെ നാഴികക്കല്ലായി മാറിയ ഈ സംഭവത്തിന് പിന്നിലെ കഥ എന്താണ്? തോട്ടത്തിലെ മൾബറി ചെടിയുടെ തണലിൽ ഇരുന്ന് ചായ കുടിച്ച് ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു ചൈനയിലെ ഒരു രാജാവും രാജ്ഞിയും. പെട്ടെന്നാണ് രാജ്ഞിയുടെ ചായക്കപ്പിലേക്ക് മുകളിൽ നിന്ന് എന്തോ വീണത്. അടുത്തു കിടന്ന ഒരു ചെറിയ കമ്പെടുത്ത് രാജ്ഞി അത് പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ നിന്ന് നേർത്ത നാര് കമ്പിൽ തടഞ്ഞ് വലിഞ്ഞു നീണ്ടു വന്നു. കൗതുകത്തോടെ വീണ്ടും വലിച്ചു. ഒരു പുഴുവിൽ നിന്നാണ് ഈ നാര് നീണ്ടുവരുന്നത് എന്നത് ഒരു പുതിയ അറിവായി മാറുകയായിരുന്നു. രാജ്ഞി തൻ്റെ ചായക്കപ്പിൽ നിന്ന് വലിച്ചെടുത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും തിളക്കമുള്ള നൂലായ പട്ടുനൂൽ ആയിരുന്നു. വസ്ത്രനിർമ്മാണ മേഖലയിലെ നാഴികക്കല്ലായി മാറിയ ഒരു സംഭവത്തിനു പിന്നിലെ പ്രചാരത്തിലുള്ള കഥയാണിത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.